ഈ കൊട്ട മൊത്തം ദ്രവിച്ചു പോയിട്ട് ഇത് നമ്മൾ തന്നെ ഇവിടെ ബെൻഡാക്കുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ റോൾ ചെയ്ത് ബെൻഡ് ചെയ്തിട്ടുണ്ടാണ്. ഹായ് ഹലോ, നമ്മളിന്നൊരു വേറിട്ട കണ്ടന്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ സ്മാർട്ട് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള പ്രൊഡക്റ്റുകളാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ റോഡിലുള്ള പടപ്പറമ്പ്. മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഇതേപോലെയുള്ള പ്രൊഡക്റ്റുകളാണ്. ഒരു കോൺട്രാക്ടർമാർക്ക് ആവശ്യമുള്ള A to Z സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇത് 1 ബാഗിന്റെ കോൺക്രീറ്റ് മെഷീനാണ്. ഇതാണ് നമ്മുടെ മാക്സിമം സൈസ് വരുന്നത്. അതെ, ഇതാണ് വലുതാണ്. ഇനി ഹോപ്പർ ടൈപ്പ് വേറെ അവിടെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 1 ബാഗ് മെഷീൻ. ഇതിന് താഴത്തേക്ക് മുക്കാച്ചാക്കായിട്ട് വേറെ വരും, മുക്കാച്ചാക്കി മെഷീൻ. ഇത് 5mm ഷീറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അഡീഷണൽ കസ്റ്റമർ പറയുകയാണെങ്കിൽ ഇത് 6mm ആക്കി കൊടുക്കും. ഓക്കെ, അതായത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ, കസ്റ്റമറിന് ഇഷ്ടപ്രകാരം ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിന് എഞ്ചിൻ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? എഞ്ചിൻ വരുന്നത് കിർലോസ്കറിന്റെ RHP എഞ്ചിനാണ് വരുന്നത്, ഡീസൽ എഞ്ചിന്. നമുക്ക് വാറന്റിയോ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? 6 മാസം നമ്മൾ എഞ്ചിനായാലും ബാരിങ് എല്ലാത്തിനാണെങ്കിലും 6 മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. ഇനി എഞ്ചിൻ ഫിറ്റ് ചെയ്താണെങ്കിൽ ഇത് കാണാം. എഞ്ചിൻ ഫിറ്റ് ചെയ്ത് വിടണ്ടല്ലേ? ഓക്കെ, ഇതിപ്പോ എന്ന് പോവാനുള്ളതാണോ? അതെ, 2 ഡെലിവറികളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കല്ലേ? അതെ, നമുക്ക് എഞ്ചിൻ വരുന്നത് ഇങ്ങനെ വരിക ബോക്സ് ആയിട്ട്. ഓക്കെ ഓക്കെ, സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്. അതെ, ഇത് രാജിക്കോട്ടാണ്, പഞ്ചാബ്. ഇതിപ്പോ എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കോൺടാക്ട് ചെയ്യും. എഞ്ചിൻ മെക്കാനിക് ഉണ്ട്, സ്പോട്ടിലെത്തും. ഓക്കെ ഓക്കെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്പോട്ടിൽ ആളെത്തും. നമ്മൾ കോൺട്രാക്ടർമാർക്ക് മാത്രമല്ല, റെന്റ് ടീം ഉണ്ടാവില്ല, വാടക കൊടുക്കുന്ന ടീം, അവർക്കുള്ള A to Z വരെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കും. റെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ? റെന്റ് ആയിട്ട് കൊടുക്കുന്നില്ല, റെന്റിനുള്ള ടീമിന് വേണ്ടി പ്രൊഡക്ഷൻ കൊടുക്കണം. കോൺട്രാക്ടർമാർക്കും റെന്റിനുള്ള ടീമിനുള്ള പ്രൊഡക്ഷനും നമ്മൾ ഇവിടെ തന്നെ ചെയ്തു പോയിട്ടുണ്ടല്ലേ? A to Z വരെ, ചില ഇടിമുട്ടി മുതൽ കോൺക്രീറ്റ് മെഷീൻ വരെയുള്ള സാധനങ്ങൾ, ലിഫ്റ്റ്, എല്ലാ ഐറ്റംസ് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ട അർബാന. അർബാന വെച്ചാൽ ഹെവി ആയിരിക്കും. GIന്റെ ഷീറ്റാണ് ഇത് കനുള്ള. അതേപോലെ ഇത് റെഡിമെയ്ഡിന് ഒരു മാറ്റം വരും. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് റാഡും ടയറും എല്ലാം കൊണ്ട് ക്വാളിറ്റി കുറച്ച് കൂടും. അതേപോലെ ഷീറ്റ് 16 gauge വരുന്നുണ്ട്, കുറച്ച് കനം കൂടിയിട്ട് ഷീറ്റ് വരും. ഓക്കെ, ഇതിന് നമ്മൾ വാറന്റി എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇത് വാറന്റി ആണല്ലേ, അത് പർപ്പസിനനുസരിച്ചാണല്ലോ. എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമല്ലോ. കാരണം വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒരു സാധനം കൊണ്ടിട്ട് എന്തെങ്കിലും ഇതേമാതിരി ഓലെന്ന് സംഭവിച്ചാലും റെഡി ആയി കൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 19 സ്റ്റെപ്പുള്ള റാമ്പാണ്. ഇത് 1ാം ഫ്ലോർക്കുള്ളതാണ്. 1ാം ഫ്ലോർക്ക് 19 സ്റ്റെപ്പ് വരിക. ഇത് 2ാം ഫ്ലോർ ആണെങ്കിൽ ജോയിൻ്റ് അവിടെ ഉണ്ട്, അതാണ് ഈ 38 സ്റ്റെപ്പായിട്ട് വരും. ഇത് C ക്ലാസ് പൈപ്പിൽ നമ്മൾ ചെയ്യുക, കാരണം ജോയിൻ്റ് ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് ചെയ്യുന്നത് ഈ പൈപ്പ്. ഇനി ഇതാണ് കനം കുറഞ്ഞാണെങ്കിൽ കനം കുറഞ്ഞ് ചെയ്യും, സിംഗിളായിട്ട് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ കനം കുറഞ്ഞ് പൈപ്പായിട്ട് ചെയ്യാം. ഇതാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യേണ്ട പാത്തി. ഇത് 8 ഫീറ്റാണ്. ഇത് കസ്റ്റമർ മേടിഞ്ഞ് 10, 12 അങ്ങനെയൊക്കെ പോകും. എത്ര നീളം കൂട്ടാണെങ്കിൽ അത്ര നീളം കൂട്ടാം. ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യണ്ട കേട്ടോ. ഇതിൽ ഉപയോഗിച്ച ഷീറ്റ് ഏതാണ്? ഇത് ടാറ്റൻ്റെ ഷീറ്റാണ്, 3mm ഷീറ്റ്. ഓക്കെ ഓക്കെ, അത് ആദ്യമൊക്കെ കൊടുത്തിരുന്ന ആംഗിൾ ഫ്രെയിം ചെയ്താൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കും. ഫ്ലാറ്റ് ആണ് കൊടുക്കണം അല്ലേ? ഇതാണ് പില്ലർ ബോക്സ്. ഇത് നമുക്ക് ഏത് അളവിലും പറ്റും, കാരണം നീളം കൊണ്ടാണെങ്കിൽ വീതി കൊണ്ടാണെങ്കിലും പല ബിൽഡിങ്ങിന് പല അളവുകളാണ് വരിക പില്ലറിന്. അത് നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കും. അത് കസ്റ്റമർ ഏത് ടൈപ്പാണ്. ഇത് റൗണ്ടാണെങ്കിൽ റൗണ്ട് ഉണ്ട്, ഇത് സ്ക്വയർ ആയിട്ട് വരിക. ഇതാണ് നമ്മുടെ പില്ലർ ബോക്സ്, ആ പെയിന്റ് അടിച്ച രീതിക്കുള്ളത്. ഇത് ഏത് അളവിലാണെങ്കിലും, വീതിക്കാണെങ്കിലും നീളത്തിനാണെങ്കിലും ഏത് അളവിലാണെങ്കിലും നമുക്ക് കസ്റ്റമർ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കാം. അതെ, ഇതിൽ നമുക്ക് ഷീറ്റ് ഇതിൽ വരുന്നത് 14 gauge ടാറ്റൻ്റെ ഷീറ്റാണ് വരിക. അത്യാവശ്യം ലൈഫ് ഉണ്ടാവും. ഇനി അതുപോലെ ഷീറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ റീവർക്ക് ചെയ്ത് കൊടുക്കും. ഷീറ്റ് ഒഴിവാക്കി പുതിയ ഷീറ്റ് ഇട്ട് കൊടുക്കും ചെയ്യും. ഇതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട സ്കാഫ് ഫോൾഡിങ്. സ്കാഫ് ഫോൾഡിങ് അതായത് സ്ട്രൈറ്റ് ടൈപ്പ്, ഇത് ബെൻഡായ ടൈപ്പ്. ഇതിൽ വീല് തൊട്ട് ചവിട്ട് വരെയൊക്കെ GI നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പക്ക GI കേട്ടോ, കോട്ടിങ് അല്ല, പക്ക GI ആയിട്ട് ചെയ്യേണ്ടത്. ഇത് 6 അടി സ്പാനാണ് വരിക. ഇത് നമുക്ക് നല്ല ഹെവി വെയിറ്റിട്ടേ വരുന്നത്, കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ചാച്ചൻ്റെ ഷീറ്റിൽ ബോക്സ് ചെയ്യണം, എന്നാൽ ഒന്നും ലൈഫ് ഉണ്ടാവും. ഇതാണ് നമ്മളെ ഹോപ്പറിൻ്റെ മിക്സർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല മിക്സർ മെഷീനിൽ കുറച്ച് വലിയ മെഷീനാണിത്. അത് നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി ഹെവി ആണല്ലോ. ഇത് ഹോപ്പറാണല്ലേ. ഇപ്പോൾ കണ്ടില്ല ഈ കൊട്ട നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതാണ് ബേക്കിൽ ഇതാ. ഓക്കെ ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ഹൈഡ്രോളിക്. ഇതിന്റെ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിപ്പോ നമ്മളെങ്ങനെ പൊതുവെ ഓർഡർ പ്രകാരമാണ്? ഓർഡറാണ്, കസ്റ്റമർ ഓർഡർ എന്തിനു ശേഷം ഉണ്ടാക്കലുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? ഒരാഴ്ച കണക്ക്. ഒരാഴ്ച ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അങ്ങനല്ല, പുറത്തുനിന്നൊന്നുമില്ല, ഒക്കെ നമ്മളായിട്ട് ഇവിടെ തന്നെ എല്ലാം കൊടുക്കും. കൊട്ടൊക്കെ എല്ലാ പ്രൊഡക്റ്റും നമ്മളാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കസ്റ്റമറിന് 6mm വേണമെന്ന് പറഞ്ഞ്
6mm കൊട്ട ചെയ്യേണ്ടത്. അതേമാതിരി ഇതിൻ്റെ എല്ലാ ഐറ്റംസും എല്ലാം ഹെവി. ഇത് സംബന്ധിച്ച് നമ്മൾ ഷീറ്റ് കട്ടിങ് 1.6 മുതൽ 8 വരെ കട്ട് ചെയ്യാം. അതായത് നമ്മളെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഷീറ്റ് ഏത് രീതിയിലാണോ വേണ്ടത് ഏതിനും വേണ്ട മെഷർമെന്റ് കട്ട് ചെയ്യാം. കട്ട് ചെയ്യല്ലേ. ഇത് മെയിൻ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവണൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? ഇത് നമുക്ക് വണ്ടിന്റെ ബോഡി അതുപോലെ തന്നെ നമുക്ക് ഏത് ഐറ്റം ഷീറ്റുകളും കട്ട് ചെയ്തില്ല. ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് കട്ട് ചെയ്യാം. ഏത് രീതിയിൽ അളവ് വെച്ച് കട്ട് ചെയ്യാം. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന ഷീറ്റ് ഏതാണ്? ഷീറ്റ് നമ്മൾ ടാറ്റ ജസ്റ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഏത് ഷീറ്റ് ഇതിൽ കട്ട് ചെയ്യാം. ഏത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് ഏത് വേണ്ടത് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഫോൾഡ് മെഷീൻ ബെൻഡ് ചെയ്യാനുള്ളത്. ബെൻഡ് ചെയ്യാം. ഏത് ഷീറ്റ് നമ്മൾ ബെൻഡ് ചെയ്യാം. അതായത് നമുക്ക് പുറത്തുനിന്ന് ഇപ്പൊ വരികയാണെങ്കിലും നമുക്ക് സാധാരണ വണ്ടികളുടെ ബോഡി അങ്ങനത്തെ എല്ലാത്തിനും ബെൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ എത്ര തിക്നെസ് വരെ ബെൻഡ് ചെയ്യാത്. ഇതിപ്പോ 2mm ഷീറ്റ് ബെൻഡ് ചെയ്യുന്നത്. നമ്മൾ ബെൻഡ് ചെയ്തേ ഇത് 2mm കാണുന്ന ഷീറ്റ് ബെൻഡ് ചെയ്ത് നമ്മള് ഇത് നമ്മൾ വാർപ്പിന് ഉപയോഗിക്കുന്ന ഷീറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഷീറ്റ് എങ്ങനെയും ബെൻഡ് ചെയ്യാം. കസ്റ്റമർക്ക് ഏതാണ് ആവശ്യം ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ജിയോ സ്റ്റീലോ MS-ഓ ഏത് സ്റ്റീലായാലും ബെൻഡ് ചെയ്യാം. ഇത് നമ്മൾ ഷീറ്റ് ബെൻഡിങ് ആണ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ട ഫോൾഡിങ്, ഇത് ബെൻഡിങ്. നമുക്ക് റൗണ്ട് ഏത് രീതിയിലും ബെൻഡ് ചെയ്യാം. ഏത് തിക്നെസ്സും ചെയ്യാം. ഏത് തിക്നെസ്സും ചെയ്യല്ലേ. തിക്നെസ് നമുക്കൊരു വിഷയമല്ലേ. തിക്നെസ് വിഷയമല്ല. നമുക്ക് ഏത് മോഡലും ബെൻഡ് ചെയ്യാം. റൗണ്ടിങ് റൗണ്ട്, ഓഫ് റൗണ്ട്. പിന്നെ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീൻ കൊട്ടകള്, മുകളിലത്തെ കോണ്. അതായത് നമുക്ക് റീവർക്കിന് വന്നാലും ഇതേപോലെ പുതിയൊരു ഷീറ്റ് ബെൻഡ് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏത് സൈസ് ആണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏത് സൈസും ചെയ്യാം. നമ്മൾ പുതിയ മിക്സർ മെഷീൻ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലത്തെ കോണ് നമ്മളത് 8mm വരെ നമുക്ക് ബെൻഡ് ചെയ്യാം. ഈ ഒരൊറ്റ മെഷീനിൽ നമുക്ക് ഷീറ്റ് ബെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പൈപ്പ് ബെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കമ്പികൾ, അതുപോലെ തന്നെ ഈ പട്ട 2 സൈഡിൽ ബെൻഡ് ചെയ്യാം. വർട്ടിക്കലായിട്ട് ബെൻഡ് ചെയ്യാം, ഫ്ലാറ്റായിട്ട് ബെൻഡ് ചെയ്യാം. ഫ്ലാറ്റ് ബെൻഡ് ചെയ്യണത് ഇൻട്രസ്റ്റ് പരമായിട്ട് എന്ത് നമുക്ക് ബെൻഡിങ്ങോ ഫോൾഡിങ്ങോ എന്ത് വേണമെങ്കിലും കൂടി ചെയ്യാം. മെഷീനിൽ ഫോൾഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് 8 ഇഞ്ച് സൈഡ്, അതുപോലെ തന്നെ 6 ഇഞ്ച് 7 ഇഞ്ച് പല സൈഡിലും വരുന്നുണ്ട്. പിന്നെ ചാട്ടം വേറെ വരുന്നുണ്ട് പല സൈസിൽ. പിന്നെ ബീം സൈഡ് വരുന്നുണ്ട്. അതൊക്കെ ഏത് മോഡൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ കോൺട്രാക്ടർമാർക്കുള്ള ആവശ്യം സാധനങ്ങളാണ്. ഇത് ജസ്റ്റ് പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന ടാങ്കാണ്. ഇത് നമ്മൾ ഷീറ്റ് 6mm ഷീറ്റ് റോൾ ചെയ്തുണ്ടാക്കിയതാണ്. ഇത് തന്നെ നമ്മൾ റോളിംഗ് മെഷീൻ കാണിച്ചില്ലേ, റോൾ ചെയ്യാനുള്ള ബെൻഡ് മെഷീൻ അതിൽ ചെയ്താണ്. അതിൽ ഐറ്റം വരെ ബെൻഡ് ചെയ്യാം. ഇതിന്റെ മെയിനായിട്ട് പർപ്പസ് എന്താ വരുന്നത്? ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിന്റ് മിക്സിംഗ് അല്ലേ, അതിന് ടാങ്, അപ്പോക്സി, അങ്ങനെ പെയിന്റ് കമ്പനിക്കാർക്കുള്ള സാധനം. 6mm ഷീറ്റാണ് വരുന്നത്. 8 ചെയ്യാം, 10 ചെയ്യാം, ഏത് ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാണോ? ലൊക്കേഷൻ വന്ന് പടപ്പറമ്പ് പെരുന്തമണ്ണൂരിന് ചുള്ളിക്കോട്. ഇതൊക്കെ റീവർക്ക് ചെയ്യുന്ന മെഷീനുകളാണ്. ഇത് ഇനി എന്ത് കംപ്ലൈൻറ്റ്, എഞ്ചിൻ പരമായിട്ട് കംപ്ലൈൻറ്റ് ആണെങ്കിലും എന്ത് സ്പെയർ മാറ്റാണെങ്കിലും എല്ലായിടത്തും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഏത് സാധനങ്ങളും നമ്മുടെ അടുത്ത് കിട്ടും. അതിപ്പോ നമ്മളെ കമ്പനിയിൽ നിന്നുണ്ടോ അതോ വേറെ ഏതെങ്കിലും? ഇനി കോയമ്പത്തൂർ ടൈപ്പാണ്, ബാംഗ്ലൂർ ടൈപ്പ് ആണെങ്കിലും ഏത് ടൈപ്പ് മിക്സർ മെഷീന്, എഞ്ചിന്, കിർലോസ്കർ അല്ലാത്ത എഞ്ചിന്, ഉഷ ഏതാണെങ്കിലും STC, അതിൻ്റെ എല്ലാ സ്പെയർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതായത് ഏതും വർക്ക് നമ്മൾ എടുക്കും. ഞാൻ ഒഴിവാക്കിയ സാധനങ്ങളാണെങ്കിലും ഇനി എന്ത് മറിഞ്ഞിട്ട് ബെൻഡായത് ഉണ്ടാകലുണ്ട്. സ്പെയർ, ചട്ടി, കൊട്ട എല്ലാ സാധനങ്ങളും മാറ്റി കൊടുക്കും.